ഹലോ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? അതിന് തൂക്കാന്നല്ല പറയാ. പിങ്കു പിങ്കു, ഇതല്ലേ നമ്മുടെ പണ്ടത്തെ പിങ്കു. എടി ഇങ്ങനെ തൊപ്പി വെച്ച് കഴിഞ്ഞാ പാപ്പാനിക്ക് എങ്ങനെ കണ്ണാണ്? അതൊരു നല്ല ചോദ്യം. ഇതിന് മാച്ചല്ലേ നോക്ക്, ഇതേ പുൽക്കൂടായില്ലേ പൊളിഞ്ഞു പോന്നല്ല, ഇത് നമ്മള് ഫിറ്റ് ചെയ്യേണ്ട സാധനങ്ങളോ. രാമനോ തോർത്തില്ല, കൃഷ്ണനോ ഉണ്ടില്ല. ലക്ഷ്മണനാണോ? കൃഷ്ണനല്ലേ? കരിഞ്ഞു കേട്ടോ. ഇലന്നല്ലേ, അതോ ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വീണാണോ നോക്കിയതാ? അല്ല, വേറെ ടേസ്റ്റാ. ഇതാണ് കാനഡയുടെ സ്വന്തം ഡോളർ അമ്മ. എന്തിട്ടാണാവോ ഞാനിതിന് ഡോൾബി മാമി എന്നണ്ട വിളിക്കാം. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫെസ്റ്റീവ് സീസണൊക്കെ വരുമ്പോൾ, അത് ഹാലവീൻ ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, താങ്ക്സ് ഗിവിങ് ആയിക്കോട്ടെ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് കിടുന്നങ്ങ് വേരേക്കും. എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വില കുറവുള്ള ഐറ്റത്തിന് $1, ഏറ്റവും വില കൂടിയ ഐറ്റം എന്ന് പറയുന്നത് മാക്സിമം $5 വരുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനും ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം $1, $2 നമ്മളൊരിക്കലും നാട്ടിലെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സങ്കടം വരും. അതല്ലാതെ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ $1, $2 സാധനം വാങ്ങാന്ന് പറയുന്നത് നല്ല നല്ല നൈസ് പരിപാടിയല്ലേ. പക്ഷെ ഞാൻ ആലോചിക്കുകയായിരുന്നു, ദൈവമേ എന്ത് പെട്ടെന്ന് വീണ്ടും അടുത്തൊരു ക്രിസ്മസ് ആയ. ഇന്നലെ കാനഡ എത്തിയ പോലത്തെ ഒരു ഫീലായിട്ട് ഇപ്പോഴും തോന്നുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 3 മാസത്തോളം ആയി എത്തിയിട്ട്. ഇവിടെ കാനഡയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും ആളുകൾ ക്രിസ്മസ് ട്രീ ഒക്കെ വയ്ക്കുക, അല്ലാണ്ട് പുൽക്കൂട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല. ആളുകൾ വീട് നല്ലോണം ഡെക്കറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിടും. അതിന് ഓർണമെൻറ്റ്സ് എന്നാണ് ഇവിടെ പറയുക. പിന്നെ പലതരം തീം ഉണ്ടാവും. ചിലർ ഗോൾഡൻ തീം, വൈറ്റ് സ്നോ, അങ്ങനെ പല തീമും ഉണ്ടാവും. ഈ സംഭവമായിട്ട് റീത്ത്, ഇത് ഇവിടെ ഭയങ്കര വലിയൊരു സംഭവമാണ്. ഈ റീത്ത് ഡോർമ വെക്കുക എന്ന് പറയുന്നത്. അത് ഹാലോവീൻ്റെ സമയത്ത് ഹാലോവീൻ്റെ ഒരു റീത്തുണ്ട്. പിന്നെ നമ്മുടെ ഫോളിൻ്റെ സമയമാകുമ്പോൾ ഫോളിനൊരു സ്പെഷ്യൽ റീത്തുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ആയപ്പോൾ ക്രിസ്മസിന് പലതരം റീത്തുണ്ട്. എന്താല്ലേ, പല നാട്ടിൽ പല ആചാരങ്ങൾ. ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡോർമ തൂക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സോണിയുടെ ചേച്ചിക്കും US പോകണം. അപ്പോൾ US ഈ ഡോളറാമ എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ടും കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടി ഒരുമിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തൊട്ടടുത്തൊരു പീടികയിൽ പോയിട്ട് ഒരു 10 രൂപയ്ക്ക്, 20 രൂപയ്ക്കോ, 30 രൂപയ്ക്കോ, 50 രൂപയ്ക്കൊക്കെ കുറച്ച് ബോളുകൾ വാങ്ങി ഇങ്ങനെ തൂക്കിയിടും. പക്ഷേ ഇവിടെ ഈ ഒരു ക്രിസ്മസിന് വേണ്ടി അല്ലെങ്കിൽ ട്രീക്ക് വേണ്ടിയിട്ട് തന്നെ ഇത്രയും വലിയൊരു കട, ഇത്രയും വലിയ സ്റ്റോറ്, ഒരു 3-4 അയൽ ഈ ഒരു സംഭവം തന്നെ, എൻ്റെ ദൈവമേ, ഫുൾ ആ ഒരു സ്റ്റോറ് മുഴുവൻ ക്രിസ്മസിന് വേണ്ടി മാത്രം ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുക. അത് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാകും കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം, ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് എനിക്കറിയില്ല. മോസ്റ്റ്ലി എല്ലാ ക്രിസ്മസ് പാപ്പയുടെ കണ്ണും അവരിങ്ങനെ തൊപ്പി വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. സോണിയോട് ഞാൻ ചോദിച്ചു, സോണി പറഞ്ഞു ഇത് ഞാൻ ഇവിടെ ശ്രദ്ധിക്കണേന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ റീസൺ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറയട്ടോ. ഈ ഒരു സെക്ഷൻ മുഴുവൻ ഫ്ലവർ വാസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ കിച്ചൻ്റെ സൈഡൊക്കെ ഇവിടെ നല്ലപോലെ പൂക്കളൊക്കെ ഇട്ട് അലങ്കരിക്കും. ഇത്രയും കഷ്ടപ്പെട്ട് ക്രിസ്മസിൻ്റെ ഇടയിൽ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഷെബിൻ വാങ്ങിയൊരു സാധനം, വീണ്ടും ഗാഡ്ജറ്റ്. ഇങ്ങനെ ഒരു ഗാഡ്ജറ്റ് ഭ്രാന്തരം ഞാൻ കണ്ടിട്ടില്ല. സോണി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സോണി പറഞ്ഞത്, ഇതുവരെ ഇവിടെ ഇങ്ങനെ പുൽക്കൂടിൻ്റെ സെറ്റപ്പ് ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ ഈശോനെയും മാതാവിൻ്റെ രൂപങ്ങൾ പോലും ഇതുവരെ ഒരു ക്രിസ്മസിനും അവൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ക്രിസ്മസിനും അവൾ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ തന്നെ നിന്ന് ഒരു മിക്സ് ആൻഡ് മാച്ച് പരിപാടി നടത്തായിരുന്നു. ഔസേപ്പിതാവിനെ കാണാനുണ്ടായിരുന്നില്ല. പിന്നെ ഏകദേശം രൂപസാമ്യതയൊക്കെ വെച്ച് കയ്യിലൊരു വടിയൊക്കെ വെച്ച് ഇതായിരിക്കും ഔസേപ്പിതാവ് എന്നാണ് ഞങ്ങൾ ഗസ് ചെയ്യണത്. ബ്രെഡ് ബേക്ക് ചെയ്തിട്ട് ഐസും കൊണ്ട് ഒട്ടിച്ച് വീടാക്കിയിട്ട് ഇതൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ജിഞ്ചർ ബ്രെഡ് ഹൗസസ് ആണ്. അത് പിള്ളേരുടെ ഒരു ആക്ടിവിറ്റിയാണ്. ലൈറ്റ് കത്തണ്ടല്ലേ, ഇത് മാറി വരണുണ്ടോ സുന്ദരി മാലാക. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി സന്തോഷമായിട്ട് നമ്മുടെ ഉന്തുവണ്ടിയിൽ തിരിച്ച് വീട്ടിലെത്തി. ഇത്രയും മെനക്കേടുണ്ടായിരുന്നു ഈ ട്രീക്ക്. അല്ല, ഇതിൽ ഇനിയുണ്ടല്ലോ. ഇറങ്ങി തിരിച്ചപ്പോൾ ഇത് ഇത്രയും വലിയ പണിയാന്ന് ഞാൻ ഓർത്തില്ല. രാമനോ തോർത്തില്ല, കൃഷ്ണനോ ലക്ഷ്മണനല്ലേ കൃഷ്ണൻ, ലക്ഷ്മണൻ ഭയങ്കര അങ്ങ് പ്രാസം ചേരണല്ലോ. അതെ, അവരതിനു വേണ്ടി എഴുതിയേക്കണാണല്ലോ, അത് പ്രാസത്തിൽ ഒപ്പിക്കാൻ. ക്യാമറയിലൊന്നും റെക്കോർഡ് ആവണില്ല എന്ന് പറഞ്ഞിട്ടാണ് സോണി അത്രയും എന്നോട് സംസാരിച്ചത്. ഇങ്ങനെയൊക്കെയാണ് അവസാനം ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തത്. ഒരു 2-3 മണിക്കൂർ നേരത്തെ പണി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി കൂട്ടിയിട്ട് ഇന്ന് നമുക്കൊരു അടിപൊളി ബിരിയാണി വെക്കാം. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ദൊണ്ണ ബിരിയാണി. കർണാടകയുടെ സ്പെഷ്യൽ
കർണാടക സ്പെഷ്യൽ ദൊണ്ണെ ബിരിയാണി. എടി ഒന്ന് നിന്ന് ഞാൻ മറ്റേ ഇത് ശരിയാണോ നോക്കട്ടെ, ഹൈറ്റ് ശരിയാണോ നോക്കട്ടെ. ഹൈറ്റ് ശരിയാ, ഓക്കെ. സോ കർണാടക സ്പെഷ്യൽ ദൊണ്ണെ ബിരിയാണി, ബാംഗ്ലൂർ സ്പെഷ്യൽ ദൊണ്ണെ ബിരിയാണി. ഞാൻ 5 കൊല്ലം എവിടെയായിരുന്നു? ബാംഗ്ലൂർ. യെസ്, 5 കൊല്ലം ബാംഗ്ലൂരായിരുന്നു. സോ അവരുടെ സ്പെഷ്യൽ ദൊണ്ണെ ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച ബിരിയാണിയാണല്ലോ. അപ്പോൾ പച്ചിലകളിൽ നിന്നും തുടങ്ങാം. മല്ലിയില ഒരു ബഞ്ച്, ഇത്രയും മല്ലിയില, പിന്നെ മിൻറ്റ് ലീവ്സ്, പുതിന ഇല അല്ലെങ്കിൽ മിൻറ്റ് ലീവ്സ്, മലയാളത്തിൽ പുതിന ഇല, പിന്നെ മെയിൻ സാധനം ഉലുവയില, ഫെനുഗ്രീക്ക് ലീവ്സ് അല്ലെങ്കിൽ കസൂരി മേത്തി. ആദ്യം തന്നെ ഈ മല്ലിയിലയും പുതിനയിലയും ഈ ഉലുവയിലയും കൂടി വഴറ്റാൻ പോവുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇത് 3 കൂടി വഴറ്റിയെടുക്കും. ഇലകൾ വഴറ്റാൻ പോവാണേ. ഇലകൾ പച്ച ഈശ്വര. ഉലുവയില എടുത്ത് ഇങ്ങനെ നിരത്തി. ഇത് ശരിക്കും പാർച്ച്മെൻറ്റ് പേപ്പറാണോ ബട്ടർ പേപ്പറാണോ? പാർച്ച്മെൻറ്റ് പേപ്പർ. അപ്പോൾ ബട്ടർ പേപ്പർ എന്നിട്ടാ അത് തന്നെയാണെന്ന് തോന്നുന്നു. മലയാളത്തിൽ നമ്മൾ ബട്ടർ പേപ്പർ എന്ന് പറയും. മലയാളത്തിൽ ബട്ടർ പേപ്പർ. ഇതിങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇപ്പം ഞാൻ കൈ പൊക്കുമ്പോൾ ടോപ്പ് കാണില്ലേ, ഇതിങ്ങനെ വയ്ക്കാം. എന്നിട്ടൊരു 4 മിനിറ്റ്. നമുക്ക് കസ്തൂരി മേത്തി ഇല്ലെങ്കിൽ കസൂരി മേത്തി അത് നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് കസ്തൂരി മേത്തി ഇട ഇല എടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയില ഫെനുഗ്രീക്ക് ഇല എടുത്ത് പാർച്ച്മെൻറ്റ് പേപ്പറിൽ വെച്ചിട്ട് ഓവനിൽ വെച്ചിട്ട് 4 മിനിറ്റ് ഇത് പൊടിച്ച് അതെ കാണിച്ചു തരാം. ഇങ്ങനെ പിടിച്ചിട്ട് പൊടിക്കുമ്പോൾ ഇങ്ങനെയാവും. അതെ, അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടി കസൂരി മേത്തി. വീട്ടിൽ ഫ്രഷ് ആയിട്ട് കസൂരി മേത്തി. എന്താ കസൂരി മേത്തിയുടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. കസൂരി മേത്തി കണ്ട, നല്ല ഫ്രഷ് ആയിട്ട് കസൂരി മേത്തി. ഇനി കടയിൽ പോയി വാങ്ങണ്ട, കസൂരി മേത്തി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കസൂരി മേത്തി. അതിൻ്റെ കൂടെ 4 സവാള, 2 കുടം സവാള അല്ല വെളുത്തുള്ളി, 2 കുടം വെളുത്തുള്ളി, കുടമല്ലല്ലോ 2 കുടം ഓക്കെ. പിന്നെ ഒരു ഇത്രയും പോന്ന കഷ്ണം ഇഞ്ചി. ഈ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് ആക്കും. 1.5 ലെമൺ. ഇതിൽ നമ്മൾ തക്കാളി യൂസ് ചെയ്യില്ല. പിന്നെ കുറച്ച് തൈര്. ഇനി പൊടികൾ വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം പൊടിച്ചത്. ഏത് ജീരകം? നല്ല ജീരകം, ഏലക്കായ, ക്ലോവ്സ്, ഇതിനല്ലേ ക്ലോവ്സ്, കറുകാപ്പട്ട, ബേ ലീവ്സ്. കുറേ മൂർച്ച വേണോ? ഇച്ചിരി മതി. സോറി, ഞാൻ വിട്ടുപോയി. ചിക്കൻ പറയാൻ മറന്നുപോയി. 3 ചിക്കൻ ബ്രസ്റ്റ്. ഓക്കെ, ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യണം. കാണിച്ചു തരാട്ടാ. ഇത് ചിക്കൻ ചിരിച്ചാണിക്കുണ്ടോ? ചിക്കനൊക്കെ വെച്ചോണ്ട് പതുക്കെ മാറി നിൽക്കുകയാണെങ്കിലും ഈ വിവേക വർത്താനം പറഞ്ഞ പോലെ വർത്താനം പറഞ്ഞു വേഗം പറഞ്ഞു തീർക്കണം. അപ്പോൾ അവിടെ എന്തായാലും മിക്സി അടിക്കണ നേരം നമുക്കിവിടെ സവാളയൊക്കെ വഴറ്റാട്ടാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലേവറാണ് ഈ ഒരു പർട്ടിക്കുലർ ബിരിയാണിക്ക്. നമ്മൾ വേറെ അധികം സംഭവങ്ങളൊന്നും ആഡ് ചെയ്യില്ല. എന്തൊക്കെ ആഡ് ചെയ്യണോ അതൊക്കെ പേസ്റ്റായിട്ട് ആഡ് ചെയ്യുക. നമ്മൾ സവാള നല്ലോണം വഴറ്റി, എന്നിട്ട് സവാളയിൽ കുറച്ച് കുരുമുളകും കറുകാപ്പട്ട ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കും. എന്നിട്ട് അത് പേസ്റ്റാക്കും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതും പേസ്റ്റാക്കി എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ, ഞാനിപ്പോൾ ബോൺലെസ് പീസസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ബോൺലെസ് പീസസാണ് എടുത്തത്. നിങ്ങൾ എല്ലുള്ള കഷ്ണങ്ങൾ കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഇന്ത്യൻ മസാലകൾ എല്ലാം ഇട്ടിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്യുക പൊതുവേ. അതിൽ കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം ഇട്ട് ജീരകം പൊടിച്ചതും കൂടി വേണമായിരുന്നു. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ഇട്ടിച്ച് കുറച്ച് തൈര്, എന്നാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി തൈരും കൂടി ഇട്ട് നല്ലപോലെ തിരുമ്മി നമുക്ക് കുറച്ച് നേരം സൈഡിൽ മാറ്റി വയ്ക്കാം. ഞാനിവിടെ കാനഡയിലായതുകൊണ്ട് ഞാൻ എടുത്തത് ജാസ്മിൻ റൈസ് എന്ന് പറഞ്ഞിട്ട് റൈസാണ്. നമ്മുടെ നാട്ടിലെ റോസ് കൈമ അരിയില്ലേ, ഏതാണ്ടല്ല ശരിക്കും ആ ഒരു റോസ് കൈമയുടെ മണവും ആ ഒരു ടേസ്റ്റും സംഭവമൊക്കെ തന്നെയാണ്. പിന്നെ ഒരുപാട് നേരം വേവിക്കാൻ പാടില്ല, പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകും. പിന്നെ ഇന്ന് ഞങ്ങൾ കുറച്ച് കുഴഞ്ഞ ബിരിയാണിയാണ് ഉണ്ടാക്കണത്, കാരണം സോണിക്ക് കുറച്ച് കുഴഞ്ഞ ബിരിയാണി വേണമെന്ന് പറഞ്ഞുകൊണ്ട്.
പിന്നെ നമ്മളിതിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുക, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്. കാരണം നമ്മളിതൊരു മറ്റൊരു സ്റ്റേറ്റ് കർണാടകക്കാരുടെ കന്നഡ പീപ്പിളുടെ ബിരിയാണിയാണല്ലോ. അപ്പോൾ അവരുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ എള്ളെണ്ണയാണ്. എള്ളെണ്ണ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഇന്ത്യൻ ഹോൾ സ്പൈസസ് എല്ലാം ഇടുക. അതിലേക്ക് കസൂരി മേത്തി ഉണ്ടാവാഞ്ഞുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഉലുവേല എടുത്ത് ഉണക്കി കസൂരി മേത്തി ആക്കി എടുത്തത്. കസൂരി മേത്തി ഇടുക, ജീരകം പൊടിച്ചതിടുക, കുറച്ച് നാരങ്ങനീര് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇടുക. അത് കഴിഞ്ഞിട്ട് അത് നല്ലോണം വഴറ്റി കൊണ്ടുവരണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊരു സാധനം കാണിക്കാൻ മറന്നുപോയി. ഈ ഒരു ഡോറിറ്റോസും ഈ ഒരു സാൽസയും കൂടി തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, കിഡു കോമ്പിനേഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് അത് കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ വരെ എത്തി? അങ്ങനെ നമ്മളെല്ലാം വഴറ്റി അതിലേക്ക് നമ്മൾ ചിക്കനും ഇട്ട് ലാസ്റ്റ് നമ്മുടെ പച്ച പേസ്റ്റും കൂടി ഒഴിച്ച് അതിലേക്ക് അരിയും ഇട്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ അരി ഒഴിച്ച് സെറ്റാക്കി എടുത്തു. ഇടയിലുള്ള കുറച്ച് ഷോർട്സ് എല്ലാം മിസ്സായിപ്പോയി, അതറിയാണ്ട് ഡിലീറ്റ് ചെയ്ത് പോയി. ഗിംബലിലെടുത്ത ഷോർട്സ് ആയിരുന്നു, പക്ഷെ അത് മിസ്സായിപ്പോയി. അതൊന്നുമില്ലാവട്ടെ. അവസാനം നമുക്ക് ഇതുപോലെ നല്ല സെറ്റായിട്ട് ഫുൾ ഫ്ലേവർ ഇതിൽ നമുക്ക് വേറെ ഒന്നും കളയാനോ ഇലകളോ ഒന്നും നമുക്ക് മാറ്റി വെക്കാനോ ഒന്നും ഉണ്ടാവില്ല. ഇതിൽ ഈവൻ ചിക്കൻ്റെ എല്ല് പോലും ഉണ്ടായിരുന്നില്ല മാറ്റി കളയാൻ വേണ്ടിയിട്ട്. ഇനി എന്തായാലും ഞാൻ അഭിപ്രായം കേൾപ്പിച്ചു തരാട്ടോ. പക്ഷേ ഇതിൻ്റെ കൂടെയുള്ള മെയിൻ സൈഡ് ഡിഷ് എന്ന് പറയുന്നത് റായ്ത്ത വിത്ത് ബൂന്തിയാണ്. ബൂന്തി എന്ന് പറഞ്ഞിട്ടൊരു ഹൽദിറാമിൻ്റെ ബൂന്തി നമുക്ക് വാങ്ങാൻ കിട്ടും. അതങ്ങനെ തന്നെ വെറുതെ തൈരിലേക്ക് ഇടാം, നല്ലോണം കുഴച്ചങ്ങ് കഴിക്കാം. ഇനി കാണാം. തൈര് ഇപ്പില്ല. വേറെ ടേസ്റ്റാ? സൂപ്പർ. ഇത് ഭയങ്കര സൂപ്പറായിട്ടോ പ്രീതി. ബൂന്തി ഇതുവരെ കഴിച്ചിട്ടില്ല. ബൂന്തി കൊണ്ടുപോ. അത്യാവശ്യം ബിരിയാണി നല്ല നൈസായിട്ട് വന്നു. ചെറുതായിട്ടൊന്ന് ഉപ്പ് കുറഞ്ഞു പോയി, അത് കുഴപ്പമില്ല. കുറച്ചൊന്ന് ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.